സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തത് ഒരു പരിധിവരെ പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വളരെ ചർച്ചയ്ക്ക് വിധേയമായിട്ട് പി സി ജോഷി എഴുതിയ കത്തും ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ കൊൽക്കത്ത തീസിസും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള പ്രവർത്തനവും അട്ടിമറി ശ്രമങ്ങളും ഒന്നും അധികം അങ്ങോട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. പലപ്പോഴും അതൊരു വിപ്ലവത്തിന്റെ ഭാഗമാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥയാണ്. എന്താണ് ഇതിനൊക്കെ ചെയ്യാൻ കഴിയുക? അതിന് ചെയ്യാൻ കഴിയുന്ന ഇതിനെക്കുറിച്ചുള്ള സാഹിത്യം മുന്നേ വന്നിട്ടുണ്ട്. സത്യത്തിൽ പാർട്ടി തന്നെ എഴുതിയിട്ടുണ്ടായി. ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത് സഖാക്കൾ തന്നെ ഈ കാര്യങ്ങൾ, കാരണം അവരിത് എഴുതി വെക്കാൻ കാരണം ഭാവിയിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യം വരാൻ പോവുകയാണല്ലോ. ഈ സ്വർഗരാജ്യം വരാൻ പോകുന്നു എന്ന് പറയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് രാജ്യം വരാൻ പോവുകയാണ് എന്ന് ഈ പാവങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് ഇവരിതെല്ലാം രേഖപ്പെടുത്തി വെച്ചു. കാരണം ഭാവിയിൽ വിവിധ വിപ്ലവകാരികളായിട്ട് ഞങ്ങളാണല്ലോ അവരോധിക്കപ്പെടാൻ പോകുന്നത്. അങ്ങനെ എഴുതി വെച്ച രേഖകൾ ഇഷ്ടം പോലെയുണ്ട്. EMS അടക്കമുള്ളവർ, കേരളത്തിൽ ധാരാളം സഖാക്കൾ, MV രാഘവനൊക്കെ അടക്കമുള്ളത്, ഇവരുടെ എല്ലാം ആത്മകഥ, ജീവചരിത്രം, ബെർലിൻ കുഞ്ഞനന്തൻ നായരുടെ ചരിത്രം, ഇതിലെല്ലാം ഭംഗിയായി ഇവരുടെ തന്നെ, അതായത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഉണ്ട്. അതിനെ സമാഹരിച്ച് ആ എഴുതിയതിനെ കോപ്പി ചെയ്താൽ മതി. അത് വീണ്ടും ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് സത്യത്തിൽ ഇവരുടെ ഈ കള്ളത്തരം ജനങ്ങൾ അറിയാനുള്ള ഏറ്റവും നല്ല മാർഗം. ഇവരുടെ ഈ അട്ടിമറി പ്രവർത്തനങ്ങൾ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, പാവങ്ങളെ കൊലയ്ക്ക് കൊടുത്തത്, ചതിച്ചത്, ഇവർ പറയുന്ന ഈ കപട വിപ്ലവങ്ങൾ മുഴുവൻ അത് കപട വിപ്ലവമായിരുന്നു എന്നും ഒരു സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ടല്ല, ഒരു ജനങ്ങൾക്കും വേണ്ടിയിട്ടല്ല എന്നുള്ള ചരിത്രം അത് രേഖപ്പെടുത്തി വെച്ചതിനെ സമാഹരിച്ച് പുറത്തേക്ക് പ്രചരിപ്പിക്കുക മാത്രമേ വേണ്ടൂ.